ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ റമദാൻ സമാപിച്ചിരിക്കുകയാണ്. പെരുന്നാൾ നമ്മിലേക്ക് സമാഗതമായിരിക്കുന്നു. അള്ളാഹു നമ്മിൽ നിന്ന് പരിശുദ്ധ റമദാൻ ഖബൂൽ ചെയ്യുമാറാവട്ടെ. പവിത്രമായ പെരുന്നാൾ ദിവസം ഹനഫി മദ്ഹബ് അനുസരിച്ചുകൊണ്ടുള്ള പെരുന്നാൾ നിസ്കാരവും ചില സംശയങ്ങൾക്കുള്ള മറുപടിയുമാണ് ഇവിടെ പറയുന്നത്. വിവിധ ജില്ലകളിൽ നിന്നുള്ള ഹനഫി മദ്ഹബുകാരായ ചില സുഹൃത്തുക്കളും കേരളത്തിന് പുറത്തു നിന്നുള്ള മലയാളി സുഹൃത്തുക്കളുമൊക്കെ ഇന്നലെയും ഇന്നുമൊക്കെയായി ചില സംശയങ്ങളും മറ്റും പങ്കുവച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു വോയിസ് വിടുന്നത്. പെരുന്നാൾ നിസ്കാരത്തിൻ്റെ രൂപവും ചില സംശയങ്ങൾക്കുള്ള മറുപടിയുമാണ്. നാം പറയുന്നത് കേൾക്കുന്നതൊക്കെ അള്ളാഹു ഇഖ്ലാസുള്ള സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. പെരുന്നാൾ ദിവസം വളരെ പവിത്രമായ ഒരു ദിവസമാണ്. മുസ്ലിങ്ങളുടെ ആഘോഷമാണ്. സ്ത്രീകളും പുരുഷന്മാരും കുഞ്ഞുമക്കളും ഉൾപ്പെടെ എല്ലാവരും വളരെ സന്തോഷിക്കുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ പെരുന്നാൾ ദിവസത്തെ ഏറ്റവും സുപ്രധാനമായ ഒരു ഇബാദത്താണ് പെരുന്നാൾ നിസ്കാരം. പെരുന്നാൾ നിസ്കാരം വാജിബാണ് പുരുഷന്മാർക്ക്. ജുമുഅ നിർബന്ധമുള്ളവർക്കാണ് പെരുന്നാൾ നിസ്കാരവും വാജിബുള്ളത്. സ്ത്രീകൾക്ക്, ചെറിയ കുട്ടികൾക്ക്, രോഗമായവർക്ക്, മറ്റ് പ്രതിബന്ധങ്ങളുള്ളവർക്ക് പെരുന്നാൾ നിസ്കാരം നിർബന്ധമില്ല. സ്ത്രീകൾക്ക് ജുമുഅ ശറഅക്കപ്പെടാത്തതുപോലെ പെരുന്നാൾ നിസ്കാരവും അവർക്ക് ശറഅക്കപ്പെട്ടിട്ടില്ല, നിയമമാക്കപ്പെട്ടിട്ടില്ല. പുരുഷന്മാർക്കാണ് പെരുന്നാൾ നിസ്കാരം ഉള്ളത്. അത് വാജിബാണ്, നിർബന്ധമാണ്. 2 റക്അത്താണ് പെരുന്നാൾ നിസ്കാരം. ആ 2 റക്അത്ത് അധികമായ 6 തക്ബീറുകളോട് കൂടിയിട്ട്, അധികമായ വാജിബായ 6 തക്ബീറുകളോട് കൂടിയ നിസ്കാരമാണ് പെരുന്നാൾ നിസ്കാരം എന്ന് പറയുന്നത്. സാധാരണ നിസ്കാരം പോലെ തന്നെ വാജിബായ പെരുന്നാൾ നിസ്കാരം അള്ളാഹുവിന് വേണ്ടി ഈ ഇമാമിനെ പിന്തുടർന്ന് 2 റക്അത്ത് ഖിബ്ലക്ക് മുന്നിട്ട് നിസ്കരിക്കുന്നു എന്ന് നിയത്ത് വെച്ചുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം ചെയ്യുകയും ശേഷം സാധാരണ നിസ്കാരങ്ങളിൽ ഓതുന്നത് പോലെ സനാ, ദുആഉൽ ഇഫ്തിതാഹ് അല്ലെങ്കിൽ സനാ അഥവാ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക വതബാറക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക, സനാ ഓതിയതിന് ശേഷം അധികമായ 3 തക്ബീർ, വാജിബായ 3 തക്ബീർ അവിടെ ചൊല്ലണം. ആ 3 തക്ബീറിലും കൈ അഴിച്ചുവിടുകയാണ് വേണ്ടത്. അവിടെ ആ തക്ബീറുകളിൽ ചൊല്ലേണ്ട പ്രത്യേകമായ ദിക്റുകളൊന്നും ഇല്ല എന്നുള്ളതാണ്. അതേസമയത്ത് അവിടെ 3 തസ്ബീഹുകളുടെ ഖദർ സുക്കൂത്താകണം, മിണ്ടാതെ നിൽക്കണം എന്നാണ് ഉള്ളത്. അതേസമയത്ത് അവിടെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുകയാണെങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ലാ ബഅസ, കുഴപ്പമില്ല. പക്ഷേ അവിടെ ചൊല്ലാൻ ഒന്നും ശറഅക്കപ്പെട്ടിട്ടില്ല എന്നാണ്. സുന്നത്താക്കപ്പെട്ട വലൈസ ബൈന തക്ബിറാത്തിഹി ദിക്റുൻ മസ്നൂൻ, സുന്നത്താക്കപ്പെട്ട ഒരു ദിക്റും ഇല്ല എന്നുള്ളതാണ്. കൈകൾ താഴോട്ട് അഴിച്ചു വിടുകയാണ് വേണ്ടത്. അങ്ങനെ 3 തക്ബീറാത്തുകൾ കഴിഞ്ഞാൽ ഫാത്തിഹയും ഒരു സൂറത്തും ഓതുക. സാധാരണ നിസ്കാരത്തിലെ പോലെ തന്നെ സൂറത്ത്. പെരുന്നാൾ നിസ്കാരത്തിൽ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല എന്ന സൂറത്ത് ഓതൽ മന്ദൂബാണ്. അതിനുശേഷം സൂറത്ത് കഴിഞ്ഞാൽ റുക്കൂഇലേക്ക് പോകുന്നു, പിന്നെ ഇഅ്തിദാലിലേക്ക് വരുന്നു, സുജൂദിലേക്ക് പോകുന്നു. അങ്ങനെ ആ റക്അത്ത് കഴിഞ്ഞ്
രണ്ടാമത് റക്അത്തിലേക്ക് വരുമ്പോൾ അവിടെ രണ്ടാമത് റക്അത്തിലേക്ക് വന്ന ഉടനെ എഴുന്നേറ്റ ഉടനെ ഖിറാഅത്ത് കൊണ്ടാണ് തുടങ്ങേണ്ടത്. സൂറത്തുൽ ഫാത്തിഹ ഓതുന്നു. പിന്നീട് ഒരു സൂറത്ത്, അത് മന്ദൂബായിട്ടുള്ളത് സൂറത്തുൽ ഗാഷിയ ആണ്. ഹൽ അതാക ഹദീസുൽ ഗാഷിയ സൂറത്താണ് ഓതേണ്ടത്. അത് ഓതിക്കഴിഞ്ഞാൽ രണ്ടാമത് റക്അത്തിൽ ഫാത്തിഹയും സൂറത്തും ഓതിക്കഴിഞ്ഞാൽ അവിടെ ഇമാമ് അധികമായ 3 തക്ബീറുകൾ ചൊല്ലും, വാജിബായ. അവിടെ മഅ്മൂമും അതുപോലെ തന്നെയാണ് ചൊല്ലേണ്ടത്. അവിടെ നേരത്തെ പറഞ്ഞതുപോലെ കൈ ഉയർത്തി താഴ്ത്തി ഇടുകയാണ് വേണ്ടത്. ആ തക്ബീറാത്തുകൾക്കിടയിൽ എന്തില്ല, പ്രത്യേകമായ തസ്ബീഹാത്തുകളോ മറ്റോ, സുന്നത്താക്കപ്പെട്ട തസ്ബീഹാത്തുകളോ മറ്റോ ഇല്ല. അവിടെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുകയാണെങ്കിൽ വിരോധമൊന്നുമില്ല, പ്രത്യേകിച്ച് കുഴപ്പമില്ല എന്ന് ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് പെരുന്നാൾ നിസ്കാരം എന്ന് പറയുന്നത്. പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് പ്രത്യേകമായ സുന്നത്തുകളില്ല, ശേഷവും സുന്നത്തുകളില്ല. പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം ഇമാമ് 2 ഖുതുബ ഓതും, അത് സുന്നത്താണ്. ജുമാ നിസ്കാരത്തിന് മുമ്പ് 2 ഖുതുബ ഷർത്താണല്ലോ. അതേ സമയത്ത് പെരുന്നാളിൽ 2 ഖുതുബയുണ്ട്, അത് നിസ്കാരത്തിൻ്റെ ശേഷമാണ്, അതും സുന്നത്താണ്. ഖുതുബക്ക് വേണ്ടി ഇമാമ് മിമ്പറിൽ കയറിയ ഉടനെ ഒരിരുത്തം ഇല്ല. വഇദാ സഅദൽ മിമ്പറ ലാ യജ്ലിസു ഇൻദന എന്നാണ് ഹനഫി മദ്ഹബിൻ്റെ കിതാബുകളിലൊക്കെ കാണാം. ഹിദായയിലും മറ്റും ഒക്കെ ഉണ്ട്. റദ്ദുൽ മുഹ്താർ, ഫത്താവ അലംഗീർ തുടങ്ങി കിതാബുകളിലൊക്കെ ഉണ്ട്. ഇമാമ് മിമ്പറിലേക്ക് കയറിയാൽ അവിടെ ഒരു ഇരുത്തമില്ല, നേരെ ഖുതുബ ഓതുകയാണ് വേണ്ടത്. 2 ഖുതുബയുടെ ഇടയിൽ ഒരു ചെറിയ ഇരുത്തം, ജൽസത്തുൻ ഖഫീഫത്തുൻ എന്ന കിതാബുകളിൽ കാണാം, ചെറിയ ഒരു ഇരുത്തം ഉണ്ട്. അത് കഴിഞ്ഞാൽ ഖുതുബ തന്നെ, 1-ാം ഖുതുബ തുടങ്ങേണ്ടത് അവിടെ മുസ്തഹബായിട്ടുള്ളത് 1-ാം ഖുതുബയിൽ 9 തക്ബീറുകൾ കൊണ്ടാണ് തുടങ്ങേണ്ടത്. വയുസ്തഹബ്ബു അൻ യഫ്തതിഹ അൽ ഖുതുബത്തൽ ഊല ബിത്സഅ തക്ബീറാത്തിൻ. 1-ാം ഖുതുബ 9 തക്ബീറത്തുകൾ കൊണ്ടാണ് തുടങ്ങേണ്ടത്. തെത്ര എന്ന കിതാബുകളിൽ കാണാം, തുടർച്ചയായ 9 തക്ബീറാത്തുകൾ കൊണ്ടാണ് തുടങ്ങേണ്ടത്. 2-ാമത്തെ ഖുതുബ ബിസബഇൻ 7 തക്ബീറാത്തുകൾ കൊണ്ടാണ് തുടങ്ങേണ്ടത്. അതുപോലെ ഒരു സുഹൃത്ത് പങ്കുവച്ച സംശയം ഇങ്ങനെയാണ്, പെരുന്നാൾ നിസ്കാരം വാജിബാണല്ലോ, അതിലെ തക്ബീറാത്തുകളും വാജിബാണല്ലോ. ഇമാമ് തക്ബീറാത്തുകൾ മറന്നുപോയാൽ, ഒഴിവാക്കിയാൽ അവിടെ പെരുന്നാൾ സഹ്വിൻ്റെ സുജൂദ് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളതാണ്. സാധാരണഗതിയിൽ വാജിബ് ഒഴിവാക്കിയാൽ സഹ്വിൻ്റെ സുജൂദ് ചെയ്യണം എന്നതാണ്. വാജിബ് ഒഴിവാക്കുകയോ അതുപോലെ വാജിബ് ആവർത്തിക്കുകയോ ചെയ്താൽ, അല്ലെങ്കിൽ സ്ഥാനം മാറ്റി നിർവഹിക്കുകയോ ഒക്കെ ചെയ്താൽ അവിടെ സഹ്വിൻ്റെ സുജൂദ് വാജിബാണ്. അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള സുജൂദ്. എന്നാൽ ഇവിടെ പെരുന്നാൾ നിസ്കാരത്തിൽ ഇമാമ് തക്ബീറാത്തുകൾ മറന്നാൽ അവിടെ സഹ്വിൻ്റെ സുജൂദ് ഇമാമ് ചെയ്യേണ്ടതില്ല. അപ്പോൾ മഅ്മൂമും ചെയ്യേണ്ടതില്ല. അങ്ങനെ മുതഅഖിരീങ്ങളായ അയിമ്മത്ത്, ഹനഫി മദ്ഹബിൻ്റെ അയിമ്മത്ത് അത് പറഞ്ഞിട്ടുണ്ട്. മുതഖദ്ദിമീങ്ങളായ അയിമ്മത്തുകൾക്കിടയിൽ ചില ഖിലാഫുകൾ ഉണ്ട് ഈ വിഷയത്തിൽ. അതേ സമയത്തിൽ നൂറുൽ ഇലാഹിലും അതുപോലെ അതിൻ്റെ ഷറഹ് മറാഖിൽ ഫലാഹിലുമൊക്കെ തഹ്താവിയിലും വിശദമായി പറയുന്നുണ്ട്. പെരുന്നാൾ നിസ്കാരത്തിലും ജുമാ നിസ്കാരത്തിലും സഹ്വിൻ്റെ സുജൂദ് ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇബ്നുൽ ആബിദീൻ റഹ്മത്തുള്ളാഹി അലൈഹി ഹനഫി മദ്ഹബിലെ വളരെ പ്രഗത്ഭനായ പണ്ഡിതനാണ്, തഹ്ഖീഖുള്ള വലിയ പണ്ഡിത വിശാരദനാണ്. മഹാനവറുകൾ അവിടുത്തെ റദ്ദുൽ മുഹ്താറിലും ഇതേ മസ്അല പറയുന്നുണ്ട്.
പെരുന്നാൾ നിസ്കാരത്തിലും അതുപോലെ ജുമാ നിസ്കാരത്തിലും സഹ്വിൻ്റെ സുജൂദ് ഇല്ല, വേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇമാമ് തക്ബീറാത്തുകൾ മറന്നുപോയാൽ അവിടെ സഹ്വിൻ്റെ സുജൂദ് ചെയ്യേണ്ടതില്ല എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊന്ന്, ഷാഫിഈ മദ്ഹബ് അനുസരിച്ചുകൊണ്ട്, ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മദ്ഹബ് അനുസരിച്ച് പെരുന്നാൾ നിസ്കാരം സുന്നത്ത് മുഅക്കദാണ്. അപ്പോൾ ഇവിടെ ഒരു സംശയം ഒരു സുഹൃത്ത് പങ്കുവച്ചതാണ്. ഷാഫിഈ മദ്ഹബ് അനുസരിച്ചുകൊണ്ടുള്ള പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ ഹനഫി മദ്ഹബുകാരനായ വ്യക്തി അതിനെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റുമോ? സാധാരണഗതിയിൽ ഹനഫി മദ്ഹബിലെ മസ്അല സുന്നത്ത് നിസ്കരിക്കുന്ന ആളുടെ പുറകിൽ ഫർള് നിസ്കരിക്കുന്ന ആൾ തുടർന്നാൽ നിസ്കാരം സ്വഹീഹല്ല എന്നുള്ളതാണ്. കാരണം മഅ്മൂമിൻ്റെ നിസ്കാരം അഖ്വയാണ്, മറ്റേത് അഖഫാണ്. അത് നിസ്കാരം സ്വഹീഹാവില്ല. അപ്പോൾ ഇവിടെ ഹനഫി മദ്ഹബ് അനുസരിച്ചുകൊണ്ട് പെരുന്നാൾ നിസ്കാരം വാജിബാണ്, ഷാഫിഈ മദ്ഹബ് അനുസരിച്ചുകൊണ്ട് സുന്നത്ത് മുഅക്കദാണ്. അവിടെ സുന്നത്ത് മുഅക്കദായ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ കൂടെ ഹനഫിയായ മഅ്മൂമ് തുടർന്ന് നിസ്കരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയുണ്ടായിട്ടുണ്ട്. അവിടെ അത് പറ്റും എന്നുള്ളത് തന്നെയാണ് മറുപടി, കിതാബുകളിലുണ്ട്. ഹനഫി മദ്ഹബുകാരനായ മഅ്മൂമ് പെരുന്നാൾ നിസ്കാരത്തിൽ ഷാഫിഈ ഇമാമിനെ പിന്തുടർന്നുകൊണ്ട് നിസ്കരിക്കുകയും ചെയ്യാം, അവരോടൊപ്പം അവരുടെ തക്ബീറാത്തുകൾ ചെല്ലുകയും ചെയ്യാം എന്നുള്ളതാണ്. ഹനഫി മദ്ഹബ് അനുസരിച്ചുകൊണ്ടുള്ള അധികമായ 6 തക്ബീർ ഓടുകൂടിയിട്ടുള്ള പെരുന്നാൾ നിസ്കാരം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പെരുന്നാൾ നിസ്കാരമാണ്. സ്വഹാബിയാണ്. ആ സ്വഹാബികൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതനുസരിച്ച് സ്വഹാബിക്കൻ നുജൂം ഫബി അയ്യിഹിം ഇഖ്തദൈത്തും ഇഹ്തദൈത്തും എന്നാണ്. ഏത് സ്വഹാബത്തിന് പിന്തുടർന്നാലും അവിടെ സന്മാർഗം പ്രാപിക്കുമെന്നുള്ളതാണ്. മദ്ഹബുകൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ സ്വഹാബത്തിനിടയിൽ തന്നെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തന്നെയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ത്വരീഖാണ് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു തുറന്നിട്ടുള്ളത്. അതേസമയത്ത് ഷാഫിഈ ഇമാം മദ്ഹബിലുള്ള പെരുന്നാൾ നിസ്കാരം അതിൻ്റെ രൂപവും മറ്റും സ്വഹാബിവര്യനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ മഹാനവറുകളുടെ ത്വരീഖ് അനുസരിച്ചുകൊണ്ടുള്ള പെരുന്നാൾ നിസ്കാരമാണ്. അതുകൊണ്ട് അത് സ്വഹാബികൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസമാണ്, അതിൽ വിരോധമില്ല. അതുകൊണ്ട് ഷാഫിഈ മദ്ഹബുകാരനായ ഇമാമിനെ പിന്തുടർന്നുകൊണ്ട് പെരുന്നാൾ നിസ്കാരം ഹനഫി മദ്ഹബുകാരായ മഅ്മൂമിങ്ങൾക്ക് നിസ്കരിക്കുന്നതിന് വിരോധമില്ല എന്നുകൂടി ഉണർത്തുകയാണ്. അതുപോലെ പെരുന്നാളുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ചില സുന്നത്തുകൾ, മുസ്തഹബുകൾ, കുളിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്, മിസ്വാക്ക് പ്രത്യേകം സുന്നത്തുണ്ട്, ഉലുബുസു അഹ്സനി സിയാബിഹി നല്ല വസ്ത്രം തന്നെ ധരിക്കൽ സുന്നത്തുണ്ട്. അത് ജദീദൻ ഖാൻ ഔ ഖസീലൻ പുതിയതാവട്ടെ കഴുകിയതാവട്ടെ വിരോധമില്ല, അത് ഉള്ളതിൽ നല്ലത് ഉപയോഗിക്കണമെന്നുള്ളതാണ്. അതുപോലെ സുഗന്ധം ഉപയോഗിക്കൽ സുന്നത്തുണ്ട്, നേരത്തെ പള്ളിയിൽ പോകൽ സുന്നത്തുണ്ട്, മുസ്തഹബുണ്ട്. അതുപോലെ ഈദുൽ ഫിത്ർ നിസ്കാരത്തിന് പോകുമ്പോൾ ഭക്ഷണം കഴിച്ചു പോകൽ സുന്നത്തുണ്ട്. ഈത്തപ്പഴം 3, 5, 7 ഒക്കെ കഴിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. പെരുന്നാൾ ദിവസം നോമ്പെടുക്കൽ ഹറാമാണ്, കുറ്റകരമാണ്. പെരുന്നാൾ നിസ്കാരത്തിന് പോകുന്നതിന് മുമ്പ് തന്നെ ഫിത്ർ സ്വതക്ക കൊടുക്കേണ്ടതാണ്. അങ്ങനെ വല്ല കാരണവശാലും കൊടുക്കപ്പെട്ടില്ല എങ്കിൽ പിന്തിക്കൽ കുറ്റകരമാണ്. പക്ഷേ എത്ര കാലം കഴിഞ്ഞാലും അത്
വാജിബായ ഫിത്ർ സ്വതക്ക വാജിബായ ആൾക്ക് അത് അദ്ദേഹത്തിൻ്റെ ദിമ്മത്തിൽ അതൊരു കടമായി കിടക്കുക തന്നെ ചെയ്യും. അത് കൊടുത്തു വീട്ടുക തന്നെ വേണം. നേരത്തെ പല ക്ലാസ്സുകളിലും പറഞ്ഞതുപോലെ സക്കാത്തിൻ്റെ നിസ്വാബ് എത്തിച്ച വ്യക്തി അഥവാ ചെലവുകൾ കഴിഞ്ഞ് വീട്ട് ആവശ്യങ്ങൾ കഴിഞ്ഞ് ഏകദേശം 200 ദിർഹം വെള്ളിയുടെ കാശ് അഥവാ 595 ഗ്രാം വെള്ളിയുടെ മുതൽ അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുണ്ടെങ്കിൽ ഏകദേശം 46,000 ചില്ലുവാൻ രൂപക്ക് ഉടമസ്ഥനാണെങ്കിൽ അദ്ദേഹം ഫിത്ർ സ്വതക്ക കൊടുക്കൽ വാജിബാണ്. അത് കൊടുക്കേണ്ടത് പെരുന്നാൾ നിസ്കാരത്തിന് പോകുന്നതിൻ്റെ മുമ്പ് തന്നെയാണ്. പെരുന്നാൾ നിസ്കാരം ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു സംശയം. മഹാന്മാർ പറഞ്ഞു, വമം ഫാത്തത്തുഹു സ്വലാത്തു, പെരുന്നാൾ നിസ്കാരം ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ ഫലം യുദ്രിക്ഹ മഅൽ ഇമാമി, ഇമാമോടുകൂടി അത് ലഭിച്ചില്ല എങ്കിൽ ലാ യഖ്ലിഹ, പെരുന്നാൾ നിസ്കാരം ഖളാ വീട്ടാൻ പാടില്ല എന്നതാണ്. ഖളാ വീട്ടാൻ പറ്റില്ല. ഫൈൻ ഷാ ഇൻസറഫ, അവൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ പിരിഞ്ഞു പോകാം. വൈൻ ഷാ സ്വല്ല നഫ്ലൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നഫുല് നിസ്കരിക്കാം. വൽ അഫ്ളലു അർബഉൻ, ഏറ്റവും ശ്രേഷ്ഠമായത് 4 റക്അത്ത് നിസ്കരിക്കലാണ്. ഫയക്കൂനു ലഹു സ്വലാത്ത ളുഹ, അത് അവന് ളുഹ നിസ്കാരമായിട്ട് എല്ലാ ദിവസവും നിസ്കരിക്കപ്പെടുന്ന ളുഹ നിസ്കാരമായിട്ട് അത് പരിഗണിക്കും, അതിൻ്റെ പ്രതിഫലം ലഭിക്കും. മറാഖിൽ ഫലാഹിൽ 535 പേജിൽ ഇത് പറയുന്നുണ്ട്. അതുപോലെ മുഖ്തസറുൽ ഖുദൂരിയിൽ 38 പേജിൽ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. പെരുന്നാൾ ദിവസത്തിൽ സുന്നത്തായ ഒരുപാട് അമലുകൾ പുണ്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനും സ്വതക്കകൾ വർദ്ധിപ്പിക്കാനും കുടുംബ ബന്ധം കൂട്ടിച്ചേർക്കാനുമൊക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം പറയുന്നത് കേൾക്കുന്നത് ഒക്കെ അള്ളാഹു സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.